വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പയ്യാമ്പലം ബീച്ചിൽ പോയപ്പോൾ എടുത്ത കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഫോട്ടോസും ഇതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടൺ വേണം, അതിൽ ഓൾ വേണം എനാബിൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇടുന്ന എല്ലാ പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഏകദേശം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഇതുപോലെ ചെറിയൊരു പാലമുണ്ട്. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടത് കുറച്ച് അവിടെ തന്നെ നിന്നുപോയി. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ എടുത്തതായിരുന്നു ഇത്. നിങ്ങൾക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു. ശരിക്കും അങ്ങനെയാണ് അല്ലേ, നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലത്താണ് പോകാൻ പറ്റുമെന്നാണ് ഒരു ബീച്ചിൽ എന്ന് പറയുന്നത്. ബീച്ചിൽ തന്നെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു റിലാക്സ് ആവും. എന്താണെന്ന് പറഞ്ഞാൽ എത്ര ടൈം വേണമെങ്കിലും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു മടുപ്പോ ഒന്നും ബോറടിയോ ഒന്നും തോന്നാറില്ല അല്ലേ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ജസ്റ്റുള്ള ഒരു വ്യൂ ആണിത്, കയറിയ പാടുള്ള ഒരു വ്യൂ ആണിത്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കോവിഡായിട്ടും ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ബീച്ചിലേക്കുണ്ട്. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ട് തന്നെ ഉണ്ട്, അധികം പേര് മാസ്ക് ഇട്ടിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ മെയിൻ സാധനമാണ് ബീച്ചിൽ പോയാൽ ഉപ്പിലിട്ടത്, ഇതുപോലെ പൈനാപ്പിൾ, മാങ്ങ, നെല്ലിക്ക. അപ്പോൾ അതില്ലാതെ നമുക്ക് ഫസ്റ്റ് കണ്ടാൽ പിന്നെ ഒരു എന്തായാലും വാങ്ങിക്കാൻ തോന്നും. അങ്ങനെ നമ്മളത് വാങ്ങിച്ചു. ഞാൻ മാംഗോ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ മാംഗോ ഇതുപോലെ മുളകൊക്കെ ഇട്ടിട്ട് പീസാക്കിയിട്ടുള്ള ഇങ്ങനെയുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയില്ല, പല പല ഐറ്റംസ് ഇതുപോലെ ഉണ്ടാവും. കണ്ടതിനെ പിന്നെ എന്തായാലും വാങ്ങിക്കാതിരിക്കില്ല. അപ്പോൾ അവരത് ഇങ്ങനെ കുപ്പിയുള്ള ഭരണി തന്നെ വെച്ചത് കാണുമ്പോൾ തന്നെ എന്തായാലും വാങ്ങിപ്പോവും. അത്രയും രസമാണ് കാണുമ്പോൾ തന്നെ. ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികളൊക്കെ ഇങ്ങനെ പട്ടം പറത്തി കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കാം, കടലിലേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം അധികം അങ്ങൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ശരിക്കും നല്ല ബീച്ചിൽ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒച്ചപ്പാടും കളികളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതൊന്നും ഒട്ടും ബാധിക്കില്ല. കാരണം നമ്മൾ ഇതിൻ്റെ വെള്ളത്തിൽ ഇറങ്ങിയിട്ടും ആ തിരമാലകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് വേറെ ഒന്നും നമുക്ക് ഡിസ്റ്റർബായി തോന്നാറേ ഇല്ല. അല്ലാതൊരു വേറെ തന്നെ ഒരു പ്രത്യേകത തന്നെ എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എത്ര ആൾക്കാർ എത്ര തിരക്കുണ്ടെങ്കിലും അതൊന്നും ഒരു ഡിസ്റ്റർബായിട്ട് ആ ടൈം തോന്നില്ല. കാരണം നമ്മൾ എന്തോ ഭയങ്കര ഒരു ഫീലിംഗ് ആണ് ഇതൊക്കെ കാണുമ്പോൾ തിരമാല അടിച്ച് വരുന്നതും അത് നമ്മുടെ കാലുകളിലേക്കൊക്കെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ. അപ്പോൾ അതെല്ലാം നമ്മളിങ്ങനെ ആസ്വദിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളതൊന്നും നമ്മളെ ഡിസ്റ്റർബ് കാര്യങ്ങളൊന്നും ചെയ്യില്ല. ഒരു പ്രത്യേക ഒരു കാഴ്ച സുഖമുള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ ബീച്ചിൽ പോയാൽ പിന്നെ എന്തായാലും ലാസ്റ്റ് ഒരു ഐസ്ക്രീമെങ്കിലും കുടിക്കാതെ എന്തായാലും ഒരു തിരിച്ചു വരവില്ല. അപ്പോൾ അതൊരു എന്താണെന്നറിയില്ല, അത് വേണ്ടെങ്കിൽ കൂടി ജസ്റ്റ് ഒന്ന് വാങ്ങിക്കും, ഒരു വേറൊരു സുഖമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു കോൺ ഐസ്ക്രീം വാങ്ങിച്ചു, ബട്ടർ സ്കോച്ച്, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ചും നമ്മളിങ്ങനെ വെറുതെ കുറേ സമയം അങ്ങനെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളത് വീഡിയോസും കൂടി കാണും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ പോയവരുള്ളവരും ഇങ്ങനെ ബീച്ചിനെ കുറിച്ചിട്ടുള്ള നൊസ്റ്റാൾജിയ ഉള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇപ്പോഴും കുറേ നാളായിട്ട് കോവിഡെല്ലാം ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ട് അങ്ങനെ പുറത്ത് പോകണം എന്നുള്ള അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെയാണ് നിങ്ങളുടെ ഫീലിങ്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കും. ഓക്കെ, അപ്പോൾ അതുവരേക്കും ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ വരാം. അതുവരേക്കും ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഓക്കെ, ബൈ.